ഇതിനാണ് ഒക്യുപേഷണൽ തെറാപ്പി. എന്താണ് ഒക്യുപേഷണൽ തെറാപ്പി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പല പേർക്കും അറിയില്ല. ഒരു ഒക്യുപേഷണൽ തെറാപ്പിയുടെ റോള് വരുന്നത് കുട്ടികളിലും അഡൾട്ട് സൈക്യാട്രി, ന്യൂറോ, ഓർത്തോ ഇങ്ങനെ പല രീതിയിലും ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ എന്തെങ്കിലും ഡിസബിലിറ്റി, ഇൽനെസ് ഓർ ഇഞ്ചുറി കാരണം സാധാരണയായി ചെയ്തു വരാറുള്ള ദിനചര്യകൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. കൂടുതലായും സ്ട്രോക്ക്, ബ്രെയിൻ ഇഞ്ചുറി, നട്ടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അഥവാ സ്പൈൻ ഇഞ്ചുറി, അതുപോലെ പേശികളെ ബാധിക്കുന്ന അസുഖങ്ങൾ, മറവി രോഗങ്ങൾ, കൈകൾക്കുണ്ടാവുന്ന ബലക്കുറവുകൾ, ഇങ്ങനത്തെ എല്ലാം കണ്ടീഷൻസിന് ശരിയായ ചികിത്സാ രീതി ആവശ്യമാണ്. തെറാപ്പിയുടെ ഭാഗമായി ഹാൻഡ് ഫങ്ഷൻ ട്രെയിനിങ് അഥവാ കൈകളുടെ ചലനശേഷി പഴയ രീതിയിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതുപോലെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് മോഡിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതായത് സാധാരണയായി ചെയ്തു വരാറുള്ള ദിനചര്യകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനും അതിനെ മോഡിഫൈ ചെയ്യാനും ഒരു OT സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫങ്ഷണൽ എബിലിറ്റി ട്രെയിനിങ്, അതായത് ഒരു വ്യക്തി ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യാം, മാക്സിമം മിനിമൽ സപ്പോർട്ട് എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ വീൽ ചെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡാപ്റ്റീവ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പേഷ്യൻറ്റിന് യൂണിവേഴ്സൽ കഫ് പോലുള്ള ഉപകരണങ്ങൾ കൊടുത്ത് മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കാം. അതുപോലെ കൈകൾ ഉയർത്താൻ പറ്റാത്ത പേഷ്യൻസിന് മൊബൈൽ ആം സപ്പോർട്ട് ഡിവൈസും പ്രൊവൈഡ് ചെയ്യാം. സോ ഒക്യുപേഷണൽ തെറാപ്പിയിലൂടെ ഒരാളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കാനും അതുപോലെ ഓവറോൾ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാനും സഹായിക്കുന്നുണ്ട്.